ഹായ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഈസി ആയിട്ട് ഒരു 10 മിനിറ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള മുറുക്കാണിത്. അപ്പോൾ ഈ ഒരു മുറുക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മുറുക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ അരിപ്പത്തിരിക്കും ഇടിയപ്പത്തിനുമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പൊടിയാണ്. അതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇതേപോലുള്ള കപ്പില്ലെങ്കിൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ബൗളിലൊക്കെ അളന്നെടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലമാവ് അരിപ്പൊടിയുടെ നേർപകുതിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടി പോകണ്ട, 1 നുള്ളു മാത്രം മതിയാവും. എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് ഒരു 2 നുള്ളു കായപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇതുപോലെ ഒന്ന് മെൽറ്റായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈകൊണ്ട് അതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മാവ് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം എടുക്കുമ്പോൾ ചൂട് കൂടി പോകണ്ട, ചെറിയ ചൂട് മാത്രം മതിയാവും. വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന അരിപ്പൊടിയുടെ ഇതനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുറേശ്ശെ മാത്രം ചേർത്തിട്ട് ഇതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ സേവനാഴി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ ഒരു റൗണ്ടിലുള്ള കുറച്ച് വലിപ്പമുള്ള 3 ഹോളുള്ള ഒരു ചില്ലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ഇതുപോലെ മുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാറിൻ്റെ അച്ച് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് നമുക്കിത് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എണ്ണയിലേക്കിട്ട് നേരിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്പൂണിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ടത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇത് ഒന്ന് ചുറ്റിച്ചിട്ട് ആ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഇതേപോലുള്ള സ്പൂണ് തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും കുറച്ച് വലിപ്പമുള്ള പരന്നിട്ടുള്ള സ്പൂണിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് അല്ലാതെ നേരിട്ട് പൈപ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ മുറുക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ ആ എണ്ണയുടെ ചൂട് കൊണ്ട് കയ്യിൽ തട്ടും. അപ്പോൾ അങ്ങനെ പറ്റാത്തവർക്കാണ് ഇതുപോലെ ഈ ഒരു സ്പൂണിൻ്റെ ബാക്കിലായിട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറയുന്നത്. 2 സൈഡും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ആ ഒരു മുറുക്കിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ആ സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഒരുപാട് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. കളർ മാറുമ്പോൾ ആ ഒരു ടേസ്റ്റ് മാറും. ഈ ഒരു സേവനാഴി ഇങ്ങനെ എണ്ണയുടെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും ഈസിയാണ്. എണ്ണയുടെ ആ ഒരു ചൂട് കയ്യിൽ തട്ടുന്നത് ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റേ സ്പൂൺ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സ്പൂണിൻ്റെ ബാക്കിൽ പൈപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നുകൂടി ഈസി ആയിരിക്കും. ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാനും പറ്റും. ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു സൈഡ് ആയിട്ട് മാത്രം അത് മറിച്ചിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ഒരു മുറുക്കിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ പോയിട്ട് മൊത്തത്തിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ഈസിയാണ് ഈ ഒരു മുറുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റിനകം തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്